ഹൈ ടോൾ മൈ ജോബ്സ് നെറ്റിയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പർത്തിത്തീവ ഫർഫെത്താറിയോ അതിനെക്കുറിച്ച് പറയുന്നത് ഒത്തിരി പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറേ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മൾ നോക്കാൻ പോകുന്നത് ആ പർത്തിത്തീവ ഫർഫെത്താറിയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ടാക്സേഷൻ, എത്ര ശതമാനം ടാക്സാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ, ടാക്സ് മാത്രമേ ഉള്ളൂ അതോ കോൺട്രിബ്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജാണ് കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ഒരു പദ്ധതിയോ ഫർഫെത്താറിയോ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനൊരു കോഡിച്ച് അത്തേക്കോ എന്ന് പറഞ്ഞ നമ്പറുണ്ട്. ചില നമ്മൾ നേഴ്സുമാരുടെ കാര്യമാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ നേഴ്സായിട്ട് ഇറ്റലിയിൽ പർത്തിത്തീവിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു കൊടിച്ച് അത്തേക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വാട്ട് നമ്പറാണ്. ആ നമ്പർ ഏതാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അത് നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ മനസ്സിലാക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഓക്കെ ഫൈൻ. അതല്ല എങ്കിൽ ഒരു കമേഴ്ഷ്യലിസ്റ്റായിട്ട് ഹെൽപ്പോട് കൂടി നമ്മൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒത്തിരി എററോ കാര്യങ്ങളോ ഇല്ലാതെ ഇരിക്കാനായിട്ട് പറ്റും. കാരണം ഇത് പൈസയുടെ കാര്യങ്ങളാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, നമ്പേഴ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി അത് വലിയൊരു പ്രശ്നത്തിലോട്ട് നമ്മൾ പോകാനായിട്ട് ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള കോഡിച്ച് അത്തേക്കോ ഏതാണെന്ന് കണ്ടുപിടിച്ച്, നഴ്സുമാരുടെ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് വേണം നമ്മൾ പർത്തിത്തീവ ഫർഫെത്താറി ഓപ്പൺ ചെയ്യാനായിട്ട്. ഓക്കെ, വൺസ് നമ്മൾ ആ പർത്തിത്തീവ ഫർഫെത്താറിയുടെ ഇതാണ് അതിൻ്റെ വാർഡ് നമ്പർ വരുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ എഴുതി കാണിക്കാം. ആ കൊടിച്ച് അത്തേക്കോ ഓക്കെ, അതേ പ്ലസ് നമ്മൾ കൊമർഷ്യലിസ്ത വഴിക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ടാക്സേഷൻ, ഞാൻ നേരത്തെ വീഡിയോസ് പറഞ്ഞു, നമ്മൾ ടാക്സേഷൻ എന്ന് പറയുന്നത് 15% നേഴ്സായിട്ട് ഇറ്റലിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പർത്തിത്തീവ ഫർഫെത്താറിയോ ഓപ്പൺ ചെയ്യത്തേക്ക് ഒരു ടാക്സേഷൻ എന്ന് പറയുന്നത് 15% ടാക്സേഷൻ. അതേസമയത്ത് ഇറ്റലിയിൽ ജോലി ചെയ്തിട്ടേ ഇല്ല നേഴ്സായിട്ട്, ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന ഓപ്പൺ ചെയ്യുന്ന പർത്തിത്തീവ ജോലി ചെയ്തിട്ടേ ഇല്ല, ആദ്യമായിട്ട് പർത്തിത്തീവ ഓപ്പൺ ചെയ്യുന്നല്ലോ കേട്ടോ. നേഴ്സായിട്ട് ഇറ്റലിയിൽ ജോലി ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ കേസിൽ പർത്തിത്തീവ ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു കേസിൽ 5% നിങ്ങൾ ടാക്സേഷൻ വരുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. അത് 5% അടച്ചാൽ മതി, അല്ലെങ്കിൽ 10% അടയ്ക്കേണ്ട എന്ന് പലരും റൂമറുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഇറ്റലിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ 15%, 5% അല്ല. എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് ടാക്സേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ കോൺട്രിബ്യൂട്ടി എന്ന് പറയും, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ, നേഴ്സുമാരുടെ കേസിൽ എൻപാപ്പി എന്ന് പറയും. എൻപാപ്പിയിലാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത്, ഇംസിലല്ല. അത് എൻപാപ്പിയിലോട്ട് വരുമ്പോഴത്തേക്കും 4% എന്ന് പലരും പറയുന്നു. 4% അല്ല, അത് 16% എൻപാപ്പിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ അടയ്ക്കേണ്ടത്. ആ എൻപാപ്പിയുടെ കോൺട്രിബ്യൂഷൻ 16% പ്ലസ് സപ്ലിമെൻ്ററി ആയിട്ട് ഒരു 4% വേറെയുണ്ട്. അങ്ങനെ ഏകദേശം 20%-ഓളം വരും. പിന്നെ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ വർഷവും അതിന് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചോദിച്ചിട്ട് അത് നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഏകദേശം കോൺട്രിബ്യൂഷൻ നമ്മൾ അടയ്ക്കേണ്ടത് 16 to 20% നമ്മൾ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത്. ടാക്സ് വരുന്നത് 15% ആണ് ടാക്സ് വരുന്നത്. സോ 15+20 അല്ലെങ്കിൽ 15+16 ആണ് നമ്മുടെ ടാക്സ് പ്ലസ് കോൺട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ കൊമർഷ്യലിസ്റ്റായിട്ട് സംസാരിച്ച് കറക്റ്റ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. കാരണം പ്രത്യേകിച്ച് എൻപാപ്പിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഏറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലർ പറയുന്നത് അടയ്ക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യരുത്. അടയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് വിത്ത് പെനാൽറ്റിയോടുകൂടി നിങ്ങൾക്ക് അതൊരു ബേർഡനായിട്ട് നിങ്ങൾക്ക് വരാം. നിങ്ങൾ പിന്നീട് അത് പലിശയും കൂട്ടുപലിശയായിട്ട് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. സോ എൻപാപ്പി നിങ്ങൾ അടയ്ക്കണം. അതുപോലെ തന്നെയാണ് കോൺട്രിബ്യൂഷൻ. ഈ ഒരു കറക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി കോൺട്രിബ്യൂഷൻ അടയ്ക്കുക. പ്ലസ് ടാക്സ് 5 15 കറക്റ്റായിട്ട് മനസ്സിലാക്കി ടാക്സും കറക്റ്റായിട്ട് അടയ്ക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ഒന്നിൽ കൂടുതൽ ദാത്തോർതി ലവോറോ, ഒന്നിൽ കൂടുതൽ കുദ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സത്യത്രന്ത ചെയ്തിരിക്കണം. അതല്ല എങ്കിൽ അതിൻ്റെ പെനാൽറ്റി വേറെ വരും. അത് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് വരുന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ പർത്തിത്തീവിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ആ ഒരു കേസിൽ വരുന്നത് സെത്യത്രന്തയല്ല, സെത്തെ കൊറാന്തയാണ് വരുന്നത്. അത് നിങ്ങളുടെ കൊമർഷ്യലിസ്റ്റിലേക്ക് അറിയാം. അതനുസരിച്ച് കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങൾ, നിങ്ങളുടെ ടാക്സേഷൻ കാര്യങ്ങൾ എല്ലാം വരും. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ഒരു ടാക്സേഷൻ അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് ഓരോ വർഷം അവസാനത്തേക്ക്,
അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെത് കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് ഈ ഒരു വർഷം ജൂലൈ മാസം മുതലാണ് നമ്മൾ അതിൻ്റെത് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ജൂലൈ മാസം മുതൽ പല റാത്തകളായിട്ട് നമ്മളൊരു കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഈ ഒരു പദ്ധതി ഫോർഫെറ്റ് ആർവിയിൽ ചെയ്യുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ വരുന്നൊരു കാര്യം വെച്ചാൽ നമുക്ക് ആദ്യമേ ജോലി ചെയ്യുമ്പോഴത്തേക്കും പൈസ കയ്യിലോട്ട് കിട്ടും. അതനുസരിച്ച് നമ്മൾ ചിലവുകൾ കൂടും. ആ ചിലവ് കൂടുന്നതനുസരിച്ച് നമ്മൾ പൈസ മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ ഈ വർഷാവസാനം നമുക്ക് ഈ ഒരു കോൺട്രിബ്യൂഷൻ പ്ലസ് ടാക്സ് അടയ്ക്കേണ്ട സമയം വരുമ്പോഴത്തേക്കും ഈ എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് നമുക്കൊരു ബേഡനായിട്ട് പിന്നീട് മാറുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പൊടിച്ച അത്തേക്കൂടെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് സ്കല്യോണ ഇർപഫ് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സ്കല്യോണ ഇർപഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 85,000 euros ആണ് നമ്മുടെ ലിമിറ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് അത് ഫോർഫെറ്റ് ആർവിയിൽ ജോലി ചെയ്യാനായിട്ട് ആ ലിമിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ 1,00,000 താഴെയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ഈ ലിമിറ്റേഷൻ നിൽക്കാനായിട്ട് പറ്റും. 1,00,000 മേളിലായി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്കല്യോണ ഇർപഫ് പ്രകാരം, അതായത് നമുക്ക് ഒരു വർഷം 28,000 euro വരെയാണ് നമുക്ക് ചെയ്തേക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വരുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 23% നമ്മൾ അടയ്ക്കേണ്ടത്. ആ 23% എന്ന് പറയുന്നത് 28,000 euro വരെയാണ്. 28,000 euro മുതൽ 50,000 euro വരെയാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സേഷൻ എന്ന് 35% ആണ്. ആ 35% ഇപ്പോൾ ഞാൻ പറഞ്ഞു 50,000 euro ആണ്. 50,000 euroയ്ക്ക് മേളിലാണെങ്കിൽ അത് 43,000 മാറും. ഞാൻ മുമ്പേ പറഞ്ഞു 85,000 എന്നൊരു ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. ആ 85,000 ലിമിറ്റേഷൻ കഴിഞ്ഞു, നിങ്ങൾ 1 lakh എത്തി. ആ 1 lakh എത്തിയപ്പോഴത്തേക്കും പിന്നീട് ഉടനെ നിങ്ങൾ വേറൊരു ടാക്സേഷനോട് മാറും. ആ ടാക്സേഷൻ എത്രയാണ്? അതാണ് ഈ പറയുന്ന 43% എന്ന ടാക്സേഷനോട് നിങ്ങൾ മാറും. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ 5 അല്ലെങ്കിൽ 15 എന്ന സ്ഥാനത്ത് 43,000 അല്ലെങ്കിൽ 43% ടാക്സേഷനോട് നിങ്ങൾ മാറും. സോ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലുണ്ടാവണം, എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങൾ എന്നുള്ളതും. അതേപോലെ നമ്മൾ പദ്ധതി ഫോർഫെറ്റ് ആർവി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ഈ 5% മേ ബി കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും അത് ലൈഫ് ടൈം അല്ല, അത് ആദ്യത്തെ 5 വർഷത്തേക്കേ ഉള്ളൂ ആ ഒരു 5% എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാകത്തുള്ളൂ. പിന്നീട് അത് 5% എന്നുള്ള 15 ആദ്യത്തെ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് മാറും. സോ ഇത്രയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്സും ഷെയറും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോസ്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനൊരു വീഡിയോയിലോട്ട് അത് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.